E-Master Digital Education App Kerala syllabusil 8ാം ക്ലാസ് മുതൽ +2 വരെ ഡൗൺലോഡ് നൗ. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. വാക്സിനേഷൻ വേഗം കൂട്ടി സംസ്ഥാനത്ത് കൂടുതൽ മേഖലകൾ തുറക്കാമെന്ന് വിദഗ്ധർ. നിർദ്ദേശം സർക്കാർ വിളിച്ച യോഗത്തിൽ. ഇന്ന് 32,803 പുതിയ കോവിഡ് കേസുകളും 173 മരണവും. TPR 18.76%. കേരളത്തിൽ നിന്ന് 3 ദിവസത്തെ വരെ സന്ദർശനത്തിനെത്തുന്നവർക്ക് ക്വാറന്റീൻ ഒഴിവാക്കി കർണാടക. പരീക്ഷ, ചികിത്സ, മരണാവശ്യങ്ങൾക്ക് എത്തുന്നവർക്കും ക്വാറന്റീൻ ഇല്ല. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും 1 മാസത്തിനകം കോവിഡ് വാക്സിൻ നൽകണമെന്ന് സുപ്രീംകോടതി. ആവശ്യമായ നടപടി സ്വീകരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. കേരള പോലീസിൽ RSS ഗ്യാങ് ഉണ്ടെന്ന് സംശയിക്കുന്നതായി CPI നേതാവ് ആനി രാജ. സ്ത്രീ സുരക്ഷയിൽ സർക്കാർ നയത്തിനെതിരെ നിൽക്കുന്ന പോലീസ് ഇടപെടൽ ദുരൂഹം. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കത്ത് നൽകും. ആനി രാജയുടെ വിമർശനം ഗൌരവതരമെന്ന് പ്രതിപക്ഷ നേതാവ്. രാഷ്ട്രീയ നേട്ടത്തിനായി RSSനെ വലിച്ചിഴക്കരുതെന്ന് കുമ്മനം രാജശേഖരൻ. റവന്യൂ ഭൂമിയിലെ മരം കൊള്ളയ്ക്ക് പിന്നിലെ ഉന്നതരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഹൈക്കോടതി. ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണം. കേസിൽ CBI അന്വേഷണമില്ല. മരം മുറിക്കലിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ലോകായുക്തയെ സമീപിച്ച് കുമ്മനം രാജശേഖരൻ. വനംവകുപ്പിലെ സ്ഥലം മാറ്റ ഉത്തരവുകൾ മരവിപ്പിച്ച് മന്ത്രി AK ശശീന്ദ്രൻ. 7 ജില്ലകളിൽ +1ന് 20% അധിക സീറ്റുകൾ അനുവദിക്കാൻ മന്ത്രിസഭാ തീരുമാനം. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് സീറ്റ് വർധന. സ്പ്രിംഗ്ലർ കരാർ മുഖ്യമന്ത്രി അറിയാതെയെന്ന് പരിശോധനാ സമിതി റിപ്പോർട്ട്. കരാറിന് പിന്നിൽ IT സെക്രട്ടറിയായിരുന്ന M ശിവശങ്കർ. ഡേറ്റ് ചോർന്നിട്ടില്ലെന്നും ശിവശങ്കറിന് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും സമിതിയുടെ കണ്ടെത്തൽ. റിപ്പോർട്ടിന്റെ പകർപ്പ് 24ന്. സർക്കാരിന്റെ വെള്ള പൂശാൻ ശ്രമമെന്ന് രമേശ് ചെന്നിത്തല കോടതിയെ സമീപിക്കും. റിപ്പോർട്ട് തള്ളി പ്രതിപക്ഷ നേതാവ്. തൃക്കാക്കര നഗരസഭയിൽ സെക്രട്ടറിയുടെ നോട്ടീസ് മറികടന്ന് ചെയർപേഴ്സൺ ഓഫീസിൽ പ്രവേശിച്ചു. തന്നെ വിലക്കാൻ സെക്രട്ടറിക്ക് അധികാരമില്ലെന്ന് അധ്യക്ഷ അജിത തങ്കപ്പൻ. നഗരസഭാധ്യക്ഷയെ തടഞ്ഞ LDF കൌൺസിലർമാർക്കെതിരെ പോലീസ് നടപടി. പോലീസ് മർദ്ദിച്ചെന്ന് വനിതാ കൌൺസിലർ. തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് LDF കൌൺസിലർമാർ. കോൺഗ്രസിലെ അച്ചടക്ക നടപടികളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് AI ഗ്രൂപ്പുകൾ. ഉമ്മൻചാണ്ടിക്കെതിരെ പരസ്യ വിമർശനം നടത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടി വേണമെന്നാവശ്യം. അച്ചടക്ക നടപടിയിലെ ഇരട്ട നീതി ജനം വിലയിരുത്തട്ടെ എന്ന് രമേശ് ചെന്നിത്തല. പറയാനുള്ളത് നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ടെന്നും ഇനി പ്രതികരിക്കാനില്ലെന്നും രമേശ് ചെന്നിത്തല. കോൺഗ്രസ് വീണ്ടും പുനഃസംഘടനാ ചർച്ചകളിലേക്ക്. KPCC പുനഃസംഘടനാ ചർച്ചകൾ ഈ ആഴ്ച. 1 മാസത്തിനുള്ളിൽ KPCC ഭാരവാഹികളെ നിയമിക്കുമെന്ന് സൂചന. സെക്രട്ടറിമാരെ നിയമിക്കുന്ന കാര്യവും പരിഗണനയിലെന്ന് നേതൃത്വം. താരിഖ് അൻവറിനെതിരായ ഗ്രൂപ്പ് വിമർശനം തള്ളി ഹൈക്കമാൻഡ്. K സുധാകരനും VD സതീശനും കൂടിക്കാഴ്ച നടത്തി. ഒരു പാർട്ടിയിലേക്കും ഇല്ലെന്ന് കോൺഗ്രസ് വിട്ട AV ഗോപിനാഥ്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നേതൃയോഗം വിളിച്ചു ചേർത്തു. ഗോപിനാഥിന്റെ രാജി കോൺഗ്രസ് സ്വീകരിച്ചാൽ തങ്ങളും പാർട്ടി വിടുമെന്ന് മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ. വിവാദങ്ങൾക്കിടെ ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ച T സിദ്ദിഖ് MLA. ഉമ്മൻചാണ്ടി തനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള ആളാണെന്ന് T സിദ്ദിഖ്. ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. വിവാദങ്ങളെല്ലാം അവസാനിച്ചെന്നും T സിദ്ദിഖ് MLA. രമേശ് ചെന്നിത്തലയെ BJPയിലേക്ക് സ്വാഗതം ചെയ്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ. രമേശ് ചെന്നിത്തലയോട് പാർട്ടി വിട്ടുപോകാൻ VD സതീശൻ അടങ്ങുന്ന പുതിയ നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ BJPയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നും AN രാധാകൃഷ്ണൻ 24നോട്. പാചകവാതക വില വീണ്ടും വർദ്ധിച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 25 രൂപ കൂട്ടി. വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിന് 73 രൂപ 50 പൈസ വർദ്ധിപ്പിച്ചു. പെട്രോളിന് 14 പൈസയും ഡീസലിന് 15 പൈസയും കുറച്ചു. കണ്ണൂർ പയ്യന്നൂരിലെ സുനീഷയുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഭർതൃഗൃഹത്തിൽ നിൽക്കാനാകില്ലെന്ന് സുനീഷ ഭർത്താവിനോട് പറയുന്ന ശബ്ദരേഖ പുറത്ത്. വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനം. അങ്കമാലി തുറവൂരിൽ 2 മക്കളെ കൊലപ്പെടുത്തിയ അമ്മ ആത്മഹത്യ ചെയ്തു. മരിച്ചത് തുറവൂർ സ്വദേശിനിയായ അഞ്ജുവും മക്കളായ ചിന്നുവും കുഞ്ചുവും. ആത്മഹത്യ ഭർത്താവ് അനൂപ് മരിച്ച മനോവിഷമത്തെ തുടർന്നെന്ന് സൂചന. കൊല്ലം പരവൂരിൽ അമ്മയെയും മകനെയും ആക്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. ആശിഷിനെ പിടികൂടിയത് തെന്മലയിൽ വെച്ച്. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അറസ്റ്റ്. ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ അച്ഛനെയും മകളെയും പരസ്യ വിചാരണ ചെയ്ത സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്ന അച്ഛന്റെ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയത്. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്.
6ാം സെമസ്റ്റർ ബിടെക് എഴുത്ത് പരീക്ഷ നടത്താൻ കേരള സാങ്കേതിക സർവകലാശാലയ്ക്ക് അനുമതി. ബിടെക് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി തള്ളി. കോവിഡ് മൂലം പരീക്ഷ എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് അവസരം നൽകണമെന്നും കോടതി. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ NIA സംഘം കോഴിക്കോട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ശേഖരിച്ച തെളിവുകൾ അന്വേഷണ സംഘം NIAക്ക് കൈമാറി. പ്രാഥമിക വിവരശേഖരണത്തിനായി കൊച്ചി യൂണിറ്റാണ് കോഴിക്കോട്ടെത്തിയത്. ചീഫ് സെക്രട്ടറിമാരുടെ വെർച്വൽ യോഗം വിളിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും നടക്കാനുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ പങ്കെടുക്കും. നടപടി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി. KSRTC പെൻഷൻ കേസിൽ ഗതാഗത സെക്രട്ടറിക്ക് സുപ്രീംകോടതിയുടെ അന്ത്യശാസനം. 8 ആഴ്ചയ്ക്കുള്ളിൽ പെൻഷൻ സ്കീം തയ്യാറാക്കണം. താത്കാലിക ജീവനക്കാർ ജോലി ചെയ്ത കാലയളവ് പരിഗണിക്കണം. വീഴ്ചയുണ്ടായാൽ ഗതാഗത സെക്രട്ടറി നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്ന് ജസ്റ്റിസ് SK കൗൾ അധ്യക്ഷനായ ബെഞ്ച്. കൊല്ലം വിസ്മയ കേസിൽ ഭർത്താവ് കിരൺകുമാറിനെ പിരിച്ചുവിട്ട് ഉത്തരവിറങ്ങി. പിരിച്ചുവിടാതിരിക്കാൻ 15 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് നോട്ടീസ് നൽകിയിരുന്നു. മറുപടി തൃപ്തികരമല്ലെന്ന് കാട്ടിയാണ് പിരിച്ചുവിട്ടത്. തിരുവനന്തപുരം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK മധുവിനെ തരം താഴ്ത്തി. CPIM ജില്ലാ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത്. നടപടി അരുവിക്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ വീഴ്ചയുടെ പേരിൽ. സ്പീക്കർക്ക് രാഷ്ട്രീയം പാടില്ലെന്നത് അന്ധവിശ്വാസമായി തുടരുന്നുവെന്ന് സ്പീക്കർ MB രാജേഷ്. ദൈനംദിന കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന പരിമിതി മാത്രമാണുള്ളത്. ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം സ്പീക്കർക്ക് ഉപയോഗിക്കാം. തനിക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്നുവെന്നും MB രാജേഷ്. മലബാർ സമരം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്ന് പ്രചാരണം നടക്കുന്നെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ. മതകലാപത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ കഴിയില്ല. ഇത് സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള അവഹേളനമാണെന്നും പ്രഫുൽ കൃഷ്ണ. മലപ്പുറം പുത്തനത്താണിയിൽ KSRTC ബസ്സിന് കല്ലെറിഞ്ഞ കേസിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിൽ. കല്ലിക്കൽ സ്വദേശി റാഫിയാണ് അറസ്റ്റിലായത്. ജൂലൈ 2-നാണ് കേസിനാസ്പദമായ സംഭവം. എറണാകുളത്തെ ആശുപത്രിയിലെ ശുചിമുറിയിൽ 6 മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ശുചീകരണ തൊഴിലാളികളാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടത്. കുഞ്ഞ് കടവന്ത്ര സ്വദേശിയായ 17-കാരിയുടേതെന്ന് തിരിച്ചറിഞ്ഞു. എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വാര്യംകുന്നൻ സിനിമയിൽ നിന്ന് സംവിധായകൻ ആഷിഖ് അബുവും നടൻ പൃഥ്വിരാജും പിന്മാറി. നിർമ്മാതാവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് പിന്മാറ്റമെന്ന് വിശദീകരണം. 2020 ജൂണിലാണ് ആഷിഖ് അബു വാര്യംകുന്നൻ സിനിമ പ്രഖ്യാപിച്ചത്. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കേണ്ടതാണെന്ന് അലഹബാദ് ഹൈക്കോടതി. പശുവിന് ഭരണഘടനാവകാശങ്ങൾ നൽകുന്ന ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരണം. UPയിലെ ഗോവധ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് കോടതി പരാമർശം. പാലക്കാട് മണ്ണാർക്കാട് ഇരുമ്പുക ചോലയിൽ ഉരുൾപൊട്ടൽ. വനമേഖലയിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. മലവെള്ളപ്പാച്ചിലിൽ ആളപായമില്ല. രാജ്യത്ത് GST വരുമാനത്തിൽ വർധന. കേന്ദ്ര GST 11.2 ലക്ഷം കോടി. കഴിഞ്ഞ വർഷത്തേക്കാൾ രേഖപ്പെടുത്തിയത് 30% വർധന. തെരഞ്ഞെടുപ്പ് അക്രമങ്ങളിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കൽക്കട്ട ഹൈക്കോടതി നടപടിക്കെതിരെ പശ്ചിമബംഗാൾ സർക്കാർ സുപ്രീംകോടതിയിൽ. CBIയിൽ നിന്ന് നീതിയുക്തമായ അന്വേഷണം പ്രതീക്ഷിക്കുന്നില്ലെന്ന് പശ്ചിമബംഗാൾ സർക്കാർ. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കാനാണ് തിരക്കെന്നും ഹർജിയിൽ ആരോപണം. 2020 ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ഇന്റർവ്യൂവർക്കുള്ള പുരസ്കാരം 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണന്. ഫ്ലവേഴ്സ് TVക്ക് 4 പുരസ്കാരങ്ങൾ. മികച്ച നടനുള്ള പുരസ്കാരം ശിവജി ഗുരുവായൂരിന്. ചക്കപ്പഴത്തിലെ അഭിനയത്തിലൂടെ അശ്വതി ശ്രീകാന്ത് മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചക്കപ്പഴത്തിലെ റാഫിയാണ് മികച്ച 2ാമത്തെ നടൻ. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം മീര കൃഷ്ണന്. ദേശീയ വാർത്തകൾ. ഡൽഹിയും തമിഴ്നാടും അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ തുറന്നു. ഡൽഹിയിൽ സ്കൂൾ തുറന്നത് 17 മാസത്തിനു ശേഷം. വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നത് തേർമൽ സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ശേഷം. ഒരു ക്ലാസ് മുറിയിൽ അനുവദിക്കുക 50% വിദ്യാർത്ഥികളെ. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 40,000-ന് മുകളിൽ. 24 മണിക്കൂറിന് 41,965 കോവിഡ് പോസിറ്റീവ് കേസുകളും 460 മരണവും. രോഗമുക്തി നേടിയത് 33,964 പേർ. രാജ്യത്തിന് കോവിഡിന്റെ പുതിയ വകഭേദമായി C12 സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് കേന്ദ്രം. വിവിധ സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതി വിലയിരുത്തി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സ്കൂൾ ഓഫ് എഡ്യൂക്കേഷണൽ ലിറ്ററസി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. അധ്യാപകർക്കും അനധ്യാപകർക്കും വാക്സിൻ വേഗത്തിൽ ലഭ്യമാക്കുന്നത് പരിഗണനയിലെന്നും മന്ത്രി. കർണാൽ സുശീൽ കാജലിന്റേത് സർക്കാർ നടത്തിയ കൊലപാതകമെന്ന് കിസാൻ സഭ.
SDM-നും ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയെടുക്കണം. ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷണം നടത്തണമെന്നും വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കണ്ട് പരാതി നൽകുമെന്നും കിസാൻ സഭ. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഷോക്കേറ്റ് 5 മരണം. മരിച്ചവരിൽ 3 കുട്ടികളും ഒരു സ്ത്രീയും. വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് അപകടം. ഗ്രേറ്റർ നോയിഡയിൽ ഓൺലൈൻ ഭക്ഷണ വിതരണ ഏജന്റ് ഹോട്ടൽ ഉടമയെ കൊലപ്പെടുത്തി. ഓർഡർ വൈകിയതിനെ തുടർന്നാണ് കൊലപാതകം. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മുംബൈ വിമാനത്താവളത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. 11 രാജ്യങ്ങളിൽ നിന്നുള്ളവർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. തീരുമാനം വിദേശ രാജ്യങ്ങളിൽ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ. ആന്ധ്രാപ്രദേശിൽ 1186 പേർക്ക് കൂടി കോവിഡ്, 10 മരണം. 1396 പേർക്ക് രോഗമുക്തി. മുംബൈയിലെ ട്രോംബെ മേഖലയിൽ മയക്കുമരുന്ന് വേട്ട. 30 ലക്ഷം രൂപ വില വരുന്ന കൊക്കെയിനുമായി 2 പേർ പിടിയിൽ. ആന്റി നർക്കോട്ടിക് സെല്ലിന്റെ ഖഡ്കോപ്പർ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ പ്ലാന്റിൽ വാതക ചോർച്ച. ക്രൂഡ് ഓയിൽ ഡിസ്റ്റിലേഷൻ 2ാം യൂണിറ്റിലാണ് ചോർച്ചയുണ്ടായത്. ആളപായമില്ല. സാങ്കേതിക വിദഗ്ധരെത്തി ചോർച്ചയടച്ചു. അന്താരാഷ്ട്ര വാർത്തകൾ. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ നിയന്ത്രണം കടുപ്പിക്കുന്നു. മെൽബണിൽ ലോക്ഡൌൺ 3 ആഴ്ച കൂടി നീട്ടി. രാജ്യത്ത് വാക്സിനേഷൻ ഊർജിതമാക്കി അധികൃതർ. അഫ്ഗാനിസ്ഥാനിലെ പൌരന്മാരെ തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് താലിബാനുമായി ചർച്ച നടത്താൻ ബ്രിട്ടൻ. പ്രത്യേക പ്രതിനിധി സൈമൺ ഗാസ് ദോഹയിൽ താലിബാൻ പ്രതിനിധികളുമായി ചർച്ച നടത്തും. കാലാവസ്ഥാ ദുരന്തത്തെ തുടർന്ന് കഴിഞ്ഞ 50 വർഷത്തിനിടെ 20 ലക്ഷം പേർ മരിച്ചതായി UN ഏജൻസി. 1970 മുതൽ കാലാവസ്ഥാ ദുരന്തങ്ങൾ 5 മടങ്ങ് വർദ്ധിച്ചെന്നും റിപ്പോർട്ട്. നേരത്തെയുള്ള മുന്നറിയിപ്പ് മരണനിരക്കിൽ ഗണ്യമായ കുറവുണ്ടാക്കിയെന്നും വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ. അമേരിക്കയിൽ ഹെലികോപ്റ്റർ തകർന്നു. അപകടം സാന്റിയാഗോയിൽ നിന്ന് 60 നോട്ടിക്കൽ മൈൽ അകലെ. തെരച്ചിൽ നടക്കുന്നതായി US നേവി അധികൃതർ. അരനൂറ്റാണ്ട് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കാലാവസ്ഥാ ദുരന്തങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടെന്ന് UN പഠനം. വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് ദുരന്തങ്ങൾ വഴിവെക്കുന്നുവെന്ന് കണ്ടെത്തൽ. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണത്തിൽ കുറവുണ്ടെന്നും പഠനം. സംഘർഷം തുടരുന്ന എത്യോപ്യയിലെ ടിഗ്രേ മേഖലയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ വിമത സംഘം അപഹരിക്കുന്നുവെന്ന് റിപ്പോർട്ട്. തുടർച്ചയായി കവർച്ച നടക്കുന്നത് അംഹാരയിലെ അമേരിക്കൻ ഏജൻസിയുടെ വെയർഹൌസിൽ. ടിഗ്രയിൽ പട്ടിണി നേരിടുന്നത് 9 ലക്ഷത്തോളം പേർ. സൗത്ത് വെസ്റ്റ് എയർലൈൻസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ജീവനക്കാർ. കോവിഡ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിർബന്ധിത തൊഴിൽ സാഹചര്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം. ഡാലസിലെ ഫെഡറൽ കോടതിയെ സമീപിച്ചത് സൗത്ത് വെസ്റ്റ് എയർലൈൻസ് പൈലറ്റ്സ് അസോസിയേഷൻ. കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ ഒരുങ്ങി അയർലൻഡ്. ഒക്ടോബർ മാസത്തോടെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കിയേക്കുമെന്ന് പ്രധാനമന്ത്രി മിഷേൽ മാർട്ടിൻ. നിലവിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അയർലൻഡിലെ എത്തുന്നവർ നിരീക്ഷണത്തിൽ പോകേണ്ടതില്ല. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ 2579 പേർക്ക് കൂടി കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 15%. ജില്ലയിൽ ഇന്ന് 1683 പേർക്ക് രോഗമുക്തി. മത്സ്യവില്പന നടത്തുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുമായി KSRTCയുടെ സമുദ്ര ബസ്സുകൾ. വിഴിഞ്ഞം ഡിപ്പോയിൽ നിന്ന് 2 ബസ്സുകൾ സർവീസ് തുടങ്ങി. കോവളം MLA അഡ്വക്കേറ്റ് M. വിൻസെന്റ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം പേട്ട റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണി 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഒക്ടോബർ മാസത്തോടുകൂടി 45 മീറ്റർ നീളത്തിൽ ഭിത്തി കെട്ടി പാലം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി. നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പദ്ധതി ദേശവിരുദ്ധമെന്ന് AITUC. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം MG രാഹുൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. വിജയമ്മ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കൊല്ലം ജില്ലയിൽ 2663 പേർക്ക് കൂടി കോവിഡ്. 2654 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിൽ 1776 പേർക്ക് രോഗമുക്തി. കൊല്ലത്ത് 35 ലിറ്റർ വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് ഓച്ചിറ ആലുംപീടിക സ്വദേശി സജീവ്. പ്രതിയെ കരുനാഗപ്പള്ളി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം പള്ളിമുക്കിലെ ലീവി ടെക്സ്റ്റൈൽസിൽ വൻ മോഷണം. കടയുടെ പിറകിലൂടെ പ്രവേശിച്ച ശേഷം CCTV ക്യാമറ തകർത്താണ് മോഷണം. പോലീസ് അന്വേഷണം തുടങ്ങി. പത്തനംതിട്ട ജില്ലയിൽ 1363 പേർക്ക് കൂടി കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 18%. ജില്ലയിൽ ഇന്ന് 482 പേർക്ക് രോഗമുക്തി.
പന്തളം KSRTC ഡിപ്പോയിൽ LNG, CNG സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. പന്തളം അമൃത ആശുപത്രി സർവീസ് ഗുരുവായൂർ വരെയും അടൂർ ഗുരുവായൂർ ദീർഘദൂര സർവീസ് കോഴിക്കോട് വരെയും നീട്ടുമെന്നും മന്ത്രി. പാചകവാതക വിലവർദ്ധനയിൽ പ്രതിഷേധവുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് ജില്ലാ ട്രഷറർ SK നസീർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും അസോസിയേഷൻ. അമ്പലപ്പുഴ വണ്ടാനം മുക്കയിൽ ആറ്റുതീരം റോഡ് നിർമ്മാണത്തിന് തുടക്കം. നിർമ്മാണം 5 കോടി രൂപ ചെലവിൽ. നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് H. സലാം MLA. സ്വകാര്യ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക നിയമനം PSCക്ക് വിടണമെന്നാവശ്യം. പ്രക്ഷോഭം നടത്തുമെന്ന് അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറം. നിയമനങ്ങളിൽ നീതി നിഷേധം തുടരുന്നുവെന്ന് ആരോപണം. കോട്ടയം വൈക്കത്തെ തെക്കേനടയിലെ വീടുകളിൽ മോഷണ ശ്രമം. പുലർച്ചെ 3 മണിക്കുള്ള CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ. MG സർവകലാശാല ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ, ജില്ലാ പ്രസിഡന്റും KPCC സെക്രട്ടറിയുമായ ഫിലിപ്പ് ജോസഫ് എന്നിവർ സമരപ്പന്തൽ സന്ദർശിച്ചു. UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പനും സന്ദർശനത്തിനെത്തി. ഇടുക്കി ജില്ലയിൽ 1130 പേർക്ക് കൂടി കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 17.07%. ജില്ലയിൽ 289 പേർക്ക് രോഗമുക്തി. ഉടുമ്പൻചോലയിൽ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ നിരീക്ഷണ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷണത്തിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുക ലക്ഷ്യം. സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷൻ, ഇരട്ടയാർ വില്ലേജ് ഓഫീസ്, ശാന്തൻപാറ എന്നിവിടങ്ങളിൽ. എറണാകുളം ഇടച്ചിറയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും കഞ്ചാവും പിടികൂടി. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവും 20 കുപ്പി മദ്യവും പിടികൂടിയത് ഒഡീഷ സ്വദേശിയിൽ നിന്ന്. അറസ്റ്റ് കൊച്ചി ജാൻസാഫും ഇൻഫോ പാർക്ക് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ SI ട്രെയിനികൾക്ക് കോവിഡ്. 20 SI ട്രെയിനികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. രോഗബാധിതരുമായി അടുത്ത സമ്പർക്കമുള്ളവർ നിരീക്ഷണത്തിൽ. തൃശൂർ എരുമപ്പെട്ടിയിൽ മരുന്നുമായി വീട്ടിലെത്തിയ പഞ്ചായത്ത് മെമ്പറെ കോവിഡ് ബാധിതൻ ആക്രമിച്ചെന്ന് പരാതി. കടങ്ങോട് പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ MV ധനേഷിനെയാണ് ആക്രമിച്ചത്. പരുക്കേറ്റ ധനേഷ് ആശുപത്രിയിൽ ചികിത്സ തേടി. തൃശൂർ കോർപ്പറേഷനിലെ 2 കൌൺസിലർമാർക്ക് കോവിഡ്. രോഗബാധ സ്ഥിരീകരിച്ചത് ഒരു BJP അംഗത്തിനും ഒരു CPIM അംഗത്തിനും. കഴിഞ്ഞ ദിവസമുണ്ടായ കോർപ്പറേഷൻ കൌൺസിൽ സംഘർഷത്തിൽ ഇരുവരും ഉണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിൽ 2350 പേർക്ക് കൂടി കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 18.91%. ജില്ലയിൽ നിന്ന് 2229 പേർക്ക് രോഗമുക്തി. പാലക്കാട് പഠനോപകരണ വിതരണവുമായി KSU. പരിപാടി സംഘടിപ്പിച്ചത് പട്ടാമ്പി മുതുതല മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ അടിയന്തര കോവിഡ് അവലോകന യോഗം സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ കളക്ടർ, DMO, MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിയന്ത്രണങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനും വാക്സിൻ വിതരണം കാര്യക്ഷമമാക്കാനും യോഗത്തിൽ തീരുമാനം. പാലക്കാട് സഹായം അഭ്യർത്ഥിച്ച സ്ത്രീക്ക് അശ്ലീല സന്ദേശം അയച്ച CPIM കൌൺസിലറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ കൌൺസിലർ റോബിൻ ബാബുവിനെതിരെ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി AITUC. പൊന്നാനി AITUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാനി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം AK ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് MDMAയുമായി യുവാവ് പിടിയിൽ. നിലമ്പൂർ സ്വദേശി ഷൈൻ ഷാജി കസ്റ്റഡിയിൽ. പുത്തൂർ മഠം റോഡിൽ കണ്ണം ചിഹ്നം പാലത്തിനടുത്ത് വെച്ചാണ് പിടികൂടിയത്. കോഴിക്കോട് വെള്ളിയോട് വീടിനു നേരെ ബോംബേർ. ആക്രമണം പുത്തലത്തലിയുടെ വീടിനു നേരെ. അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. പളയം പോലീസ് പരിശോധന നടത്തുന്നു. വയനാട് ജില്ലയിൽ 1151 പേർക്ക് കൂടി കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 21.86%. ജില്ലയിൽ ഇന്ന് 643 പേർക്ക് രോഗമുക്തി. കണ്ണൂരിൽ കെട്ടിട നിർമ്മാണത്തിനിടെ വീണ് പരുക്കേറ്റ അതിഥി തൊഴിലാളി മരിച്ചു. കൊൽക്കത്ത സ്വദേശി അസിത് പത്രയാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 24-ന് പരിയാരം കോരൻ പീടികയിൽ വെച്ചായിരുന്നു അപകടം. കണ്ണൂർ തലശ്ശേരിയിൽ എരഞ്ഞോളിപ്പാലം പണി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ധർണയുമായി കോൺഗ്രസ്. പാലം പരിസരത്ത് നടന്ന ധർണയ്ക്ക് നേതൃത്വം നൽകി എരഞ്ഞോളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. KPCC ജനറൽ സെക്രട്ടറി സജീവ് മാറോളി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ 614 പേർക്ക് കൂടി കോവിഡ്. ചികിത്സയിലുള്ളവരുടെ എണ്ണം 5253 ഉയർന്നു. ജില്ലയിൽ ഇന്ന് 217 പേർക്ക് രോഗമുക്തി.
കാസർഗോഡ് സുബയ്യക്കട്ടയിൽ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് പൈവളിക സ്വദേശി അർഷാദ്. അറസ്റ്റ് ചെയ്തത് കാസർഗോഡ് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം. കാസർഗോഡ് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കോഴിക്കോട് സ്വദേശി ഫൈസൽ. നടപടി കാഞ്ഞങ്ങാട് സൗത്ത് സ്വദേശിയുടെ പരാതിയിൽ. എന്റർടൈൻമെന്റ് ന്യൂസ്. ഹോം സിനിമയിലെ ഡിലീറ്റഡ് രംഗം പുറത്തുവിട്ട അണിയറ പ്രവർത്തകർ. ഇന്ദ്രൻസ്, ശ്രീനാഥ്, ഭാസി, മഞ്ജു പിള്ള എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. തമിഴ് ചിത്രം തുഗ്ലക് ദർബാറിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. വിജയ് സേതുപതി, റാഷി ഖന്ന, മഞ്ജിമ മോഹൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ. ഈ മാസം 11 ചിത്രം നെറ്റ്ഫ്ലിക്സിൽ പ്രദർശനത്തിനെത്തും. ജോഷി ജയസൂര്യ കൂട്ടുകെട്ടിൽ പുതിയ ചിത്രം വരുന്നു. നിഷാദ് കോയയുടെ തിരക്കഥയിൽ കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നപ്പിള്ളിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. രാജഗിരി ആശുപത്രിയിലെ ഡോക്ടേഴ്സും നഴ്സസും മറ്റ് ജീവനക്കാരും ചേർന്നൊരുക്കിയ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു. മോഹൻലാലിന്റെ ഫേസ്ബുക്കിലൂടെയാണ് റിലീസ് ചെയ്തത്. ഡോക്ടർ സിജു ജവഹർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഛായാഗ്രഹണം രാജീവ് മാധവൻ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെതിരെ വ്യാജ പ്രചാരണം. ലൈംഗികാതിക്രമ കേസിൽ വിചാരണ നേരിടുന്നതിനിടെ ജയിൽ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ജെഫ്രിയും കമലാ ഹാരിസും സുഹൃത്തുക്കളായിരുന്നു എന്ന തരത്തിലാണ് പ്രചാരണം. ഭർത്താവ് ജാക്ക് ഹെംഹോഫിന് ഒപ്പമുള്ള കമലയുടെ ചിത്രം എഡിറ്റ് ചെയ്ത് ജെഫ്രിയുടെ ചിത്രം ചേർത്താണ് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ കിട്ടിയത് RSPയെ അനുനയിപ്പിച്ച് കോൺഗ്രസ്. നിയോജകമണ്ഡലം UDF ചെയർമാനെ മാറ്റി. ചവറ അരവിയെയാണ് ഒഴിവാക്കിയത്. കോലത്ത് വേണുഗോപാൽ പുതിയ ചെയർമാൻ. KPCC നേതൃത്വത്തിന്റേതാണ് നടപടി. ഗ്രീസിൽ വാക്സിൻ സ്വീകരിക്കാത്ത 10,000 ആരോഗ്യ പ്രവർത്തകർക്ക് സസ്പെൻഷൻ. വാക്സിൻ എടുക്കാനുള്ള അവസാന തീയതിയും പിന്നിട്ടതിനെ തുടർന്നാണ് നടപടി. ഡൽഹിയിൽ 36 പേർക്ക് കൂടി കോവിഡ്. 42 പേർക്ക് രോഗമുക്തി. 24 മണിക്കൂറിടെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കാൻ സമിതി രൂപീകരിച്ച് കോൺഗ്രസ്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അധ്യക്ഷതയിൽ 11-അംഗ സമിതി. കേരളത്തിൽ നിന്ന് AK ആന്റണി, മുല്ലപ്പള്ളി രാമചന്ദ്രനും സമിതി അംഗങ്ങൾ. സമിതി കൺവീനറായി മുകുൾ വാസ്നിക്. അയർലൻഡ് സിംബാബ്വെ 5ാം T20 പുരോഗമിക്കുന്നു. അയർലൻഡിന്റെ 179 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന സിംബാബ്വെ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 31 റൺസ് എന്ന നിലയിൽ. 100 ന്യൂസ് അവസാനിക്കുന്നു.